CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തുടർ നടപടികൾക്കൊരുങ്ങി ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിൽ നാളെ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരും. ആന്റണി ജി ജോർജ് ഉണ്ട്. വിവരങ്ങളുമായി ആന്റണി, എന്തായാലും ഇഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിൽ അപ്പീലിൽ നാളെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയാനിരിക്കുകയാണ്. ഏതായാലും അതിന് മുന്നോടിയായാണ് ഇപ്പോൾ നാളെ ഇഡിയുടെ ഡയറക്ടർ തന്നെ കൊച്ചിയിലേക്ക് എത്തുന്നത്. രാഹുൽ നവീൻ നാളെ കൊച്ചിയിലെത്തും. നാളെ തന്നെ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരും. ഇനി എന്തായിരിക്കണം, അതായത് ഹൈക്കോടതി വിധി വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ എന്തായിരിക്കണം തുടർ നടപടി എന്നുള്ള കാര്യത്തിൽ ഈ ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. നിലവിൽ ഈ നാളെ വരെ ഈ കേസിൽ തുടർ നടപടികളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇഡി. നേരത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്കെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നെങ്കിലും അതടക്കം ഇപ്പോൾ ഇഡി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഹൈക്കോടതി വിധി വരുന്നതിന് വേണ്ടി. ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കണം നിലപാട്? തീരുമാനമാണ്, അതായത് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇഡിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകും. സ്വാഭാവികമായും വീണ ടിക്ക് അടക്കം സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ ഇഡി എടുത്തിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ തീരുമാനമുണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ വിധി വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഇഡി പിണറായി വിജയന്റെ വീടുകളിലടക്കം റെയ്ഡ് നടത്തിയത്. ഏതായാലും നാളെ ഈ ഉന്നതതല യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആ യോഗത്തിലായിരിക്കും ഈ CMRL എക്സാലോജിക് കേസിൽ എന്തായിരിക്കണം തുടർ നടപടി എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം അടക്കം ആവശ്യപ്പെടാനുള്ള ഒരു നീക്കം ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ട്. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇഡിയുടെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇഡി കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പോകാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഈ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഇഡി പോകാനും സാധ്യതയുണ്ട്. ഏതായാലും നാളത്തെ ദിവസം ഈ എക്സാലോജിക് CMRL കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇഡിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.